ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അയ്മൻ്റെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. സ്കൂൾ വിട്ട് വന്നതിൻ്റെ ശേഷം അവന് കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയാണ് കേട്ടോ നിൽക്കുന്നത്. ഇന്ന് സ്നാക്സാണ് കഴിക്കാത്തത്. ഇന്നലെ ലഞ്ചായിരുന്നു കേട്ടോ കഴിക്കാത്തത്. അപ്പോൾ ഏതെങ്കിലും ഒന്നേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്യാറാണ് കേട്ടോ പതിവ്. പിന്നെ ഇത് പിറ്റേന്നത്തെ വിശേഷമാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ ചട്ടണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒക്കെ പൊളിച്ചതാ സെറ്റാക്കി ഞാൻ ചട്ടണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തേങ്ങ കേടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാമത്തതാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ ദോശയ്ക്കുള്ള മാവൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു. ഇന്ന് പിന്നെ ഒരു ശനിയാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ തിരക്കൊന്നുമില്ല. 9 മണിയൊക്കെ ആയപ്പോഴാട്ടോ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്ക് ക്ലാസ് ഉള്ളപ്പോഴാണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. പിന്നെ രാവിലെ എണീക്കുന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. പിന്നെ 9 മണിയാകുമ്പോൾ ബസ് വരുന്നത്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇത് ഞാൻ അയ്മനെ എടുത്ത് വെച്ച ദോശയാണ് കേട്ടോ. അപ്പോൾ സെപ്പറേറ്റ് തന്നെ കറി ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവന് ദോശ കഴിക്കില്ല കേട്ടോ. കാരണം അവനെപ്പോഴും കറി വേണമെന്നില്ല, ചിലപ്പം പറ്റുള്ളൂ. അതുകൊണ്ട് സെപ്പറേറ്റ് കൊടുത്താൽ പിന്നെ ആ പ്രശ്നമില്ലല്ലോ അല്ലേ. അപ്പം അങ്ങനെയാണ് കേട്ടോ. ദോശ പച്ചക്കൊക്കെ കഴിക്കുന്ന ദിവസമുണ്ട് കേട്ടോ. കുട്ടികളല്ലേ, അവർക്ക് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ ഇഷ്ടം. അങ്ങനെ പിന്നെ അവൻ്റെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ബാക്കി ദോശ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ദോശ ഉണ്ടാക്കുന്ന സമയം ഞാൻ ഫുൾ ദോശ ചുട്ട് വെക്കാറില്ല കേട്ടോ. എല്ലാവരും ചായ കുടിക്കുന്ന ടൈമിലാണ് കേട്ടോ ഞാൻ ബാക്കി ദോശ ഉണ്ടാക്കാറുള്ളത്. പിന്നെ ബാക്കി വരുന്ന മാവ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അങ്ങനെയാണ് കേട്ടോ പതിവ്. പിന്നെ അതാ ഞാനിപ്പം കഴിക്കുന്നത് കൊണ്ട് എനിക്കും കൂടെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ദോശ ആയിരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്നു കേട്ടോ. പിന്നെ അയ്മണും ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കേട്ടോ ലഞ്ചായിട്ട് സ്കൂളിൽ കൊണ്ടുപോകുന്നത്. പിന്നെ ഇതാ ഇന്നലെ വാങ്ങിച്ച് വെച്ച കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ അതൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ ഈ സപ്പോട്ട കാണുന്നത് ഇവിടെ നിന്ന് പറിച്ച സപ്പോർട്ടാണ് കേട്ടോ. അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളെ കമൻറ്റും കൂടെ അറിയിക്കാൻ മറക്കരുത്.